അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 21 വെള്ളിയാഴ്ച. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു. മദ്യനയ കേസിൽ അറസ്റ്റിലായി 3 മാസം തികയാനിരിക്കെയാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യാപേക്ഷയിൽ കെജ്രിവാളിന്റെ വാദങ്ങൾ വിചാരണ കോടതി ശരിവച്ചു. ജാമ്യത്തുക 1 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് കോടതി വ്യക്തമാക്കി. ജാമ്യം നൽകിയ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ED ആവശ്യം കോടതി തള്ളി. നീറ്റിൽ തുടങ്ങി നെറ്റിലും ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി പരീക്ഷാ വിവാദം. ക്രമക്കേടുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിലപാട് തേടി. അതേസമയം കൌൺസിലിംഗിന് സ്റ്റേ ഇല്ലെന്ന് കോടതി ഇന്നലെയും വ്യക്തമാക്കി. വിവിധ ഹർജികളിൽ അടുത്ത മാസം 8-ന് കോടതി വിശദവാദം കേൾക്കും. പരീക്ഷാ ക്രമക്കേടിൽ കർശന നടപടിയിലേക്ക് കേന്ദ്രം നീങ്ങുന്നുവെന്നാണ് സൂചന. നീറ്റ് പരീക്ഷ തൽക്കാലം റദ്ദാക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. നീറ്റ് നെറ്റ് വിവാദത്തിനിടെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവന. NTA സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചതായും മന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിക്കുമെന്നും ബീഹാർ സർക്കാർ ചില വിവരങ്ങൾ നൽകിയെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. UGC നെറ്റ് ചോദ്യപേപ്പർ ഡാർക്ക് നെറ്റിൽ ചോർന്നതിനാലാണ് പരീക്ഷ റദ്ദാക്കിയതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ടെലഗ്രാമിൽ പ്രചരിച്ച ചോദ്യപേപ്പറിന് യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. രാജ്യത്ത് നോൺ സ്റ്റോപ്പ് പേപ്പർ ചോർച്ചയാണെന്ന് രാഹുൽ ഗാന്ധി. രാജ്യത്ത് നടന്ന നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് യോഗ്യത നോക്കിയല്ലെന്നും സംഘടനകളുമായുള്ള ബന്ധം നോക്കിയാണെന്നും അതുകൊണ്ടാണ് ഇത്തരം ക്രമക്കേടുകൾ തടയാൻ സാധിക്കാത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥികൾ ഇത് കാരണം വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് ചോദ്യപേപ്പർ ചോർച്ച തടയണമെന്ന് ആഗ്രഹമില്ലെന്നും ഭാരത് ജോഡോ യാത്രകളിൽ എല്ലായിടത്തും വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത് നടക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു. പാർട്ടി ഇടപെടും, സർക്കാർ തിരുത്തും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളും കാരണമാണെന്ന CPM സംസ്ഥാന സമിതിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തൽ നടപടിക്ക് തീരുമാനം. എങ്ങനെ തിരുത്തണമെന്ന് CPM നിശ്ചയിക്കും. ഇതിനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കർമ്മരേഖ തയ്യാറാക്കി സർക്കാരിന് നൽകും. സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിനും പ്രശ്നങ്ങൾക്കും ഊന്നൽ നൽകി സർക്കാരിന്റെ പ്രവർത്തനത്തിന് മുൻഗണന നിശ്ചയിക്കാനാണ് പാർട്ടി തീരുമാനം. ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ CPM-ഉം ഇടതുപക്ഷവും പരാജയപ്പെട്ടെന്ന് സമ്മതിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിനുള്ള പരിമിതി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്നും ജാതി രാഷ്ട്രീയത്തിന്റെയും സ്വത്ത് രാഷ്ട്രീയത്തിന്റെയും കാര്യത്തിലുള്ള RSS ഇടപെടൽ ഒരു വിഭാഗം വോട്ടുകൾ നഷ്ടമാക്കിയെന്നും ഗോവിന്ദൻ പറഞ്ഞു. മാസപ്പടിയിൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA നിയമസഭയിൽ പറഞ്ഞു. നിങ്ങൾ ഈ വിഷയം സ്ഥിരമായി ഉന്നയിക്കുന്ന വിഷയമാണെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. ചാനലിനും സോഷ്യൽ മീഡിയയ്ക്കും വേണ്ടി നിയമസഭയിൽ പ്രസംഗിക്കാൻ പാടില്ലെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചു. എന്നാൽ മാത്യു കുഴൽനാടൻ പിന്മാറാൻ തയ്യാറായില്ല. PV എന്നത് പിണറായി വിജയൻ അല്ലെന്ന് തെളിയിച്ചാൽ MLA സ്ഥാനം രാജിവെക്കാമെന്ന് കുഴൽനാടൻ പറഞ്ഞു. ബോംബ് സ്ഫോടനം നടന്ന കണ്ണൂർ എരഞ്ഞോളിയിലെ പറമ്പിൽ കാട് വെട്ടിത്തെളിച്ച് പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സംയുക്തമായി സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. തലശ്ശേരി ASPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തലശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിലും പരിശോധന നടത്തി. എന്നാൽ ഒന്നും തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് വൃദ്ധൻ മരിച്ചത്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.
celebrating 100 years of Pulimuttal Silks. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളം പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പിൻവലിച്ച് പുതിയ വിജ്ഞാപനം പുറത്തിറക്കുമെന്ന് സംസ്ഥാന സർക്കാർ. കേരള ഹൈക്കോടതിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഉടൻ തന്നെ പുതിയ വിജ്ഞാപനം പുറത്തിറക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. സാമൂഹിക ആഘാത പഠനം അടക്കം പുതിയ ഏജൻസിയെ കൊണ്ട് നടത്തിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. നിലവിലെ വിജ്ഞാപനം നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ നിലപാട് മാറ്റിയത്. KSRTC ജീവനക്കാർക്ക് ഒറ്റത്തവണയായി പൂർണ്ണ ശമ്പളം നൽകാൻ സഹായിക്കാനൊരുങ്ങി സർക്കാർ. KSRTCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കാനുള്ള ക്രമീകരണം KSRTC ഉണ്ടാക്കുമെന്നും ഇതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് KSU വിദ്യാഭ്യാസ ബന്ദ്. +1 സീറ്റ് വിഷയത്തിൽ KSU നടത്തിയ മാർച്ചിന് നേരെ നടന്ന പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ്. KSU ജില്ലാ കമ്മിറ്റിയാണ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. SSLC സേ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 2024 SSLC സേ പരീക്ഷ എഴുതിയ 1066 വിദ്യാർത്ഥികളുടെയും പരീക്ഷാഫലമാണ് പ്രസിദ്ധീകരിച്ചത്. ഇതിനോടൊപ്പം THSLC സേ പരീക്ഷ എഴുതിയ 4 വിദ്യാർത്ഥികളുടെയും പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. SSLC സേ പരീക്ഷയിൽ 98.97%, THSLC സേ പരീക്ഷയിൽ 100%വുമാണ് വിജയം. റിസൾട്ട് പരീക്ഷാഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല UDF യോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെ മടങ്ങിയെന്ന് റിപ്പോർട്ടുകൾ. UDF ഘടകകക്ഷി നേതാക്കളെല്ലാം യോഗത്തിൽ സംസാരിച്ചെങ്കിലും രമേശ് ചെന്നിത്തലയെ സംസാരിക്കാൻ ക്ഷണിച്ചിരുന്നില്ല. ഇതിൽ കുപിതനായാണ് അദ്ദേഹം VD സതീശൻ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെ മടങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. വിഴിഞ്ഞം പോർട്ടിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആദ്യഘട്ടം വളരെ ഭംഗിയായി പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് വിശ്വാസം. ലോകം മുഴുവൻ അറിയപ്പെടുന്ന പോർട്ടായി വിഴിഞ്ഞം അറിയപ്പെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിഴിഞ്ഞം പോർട്ട് സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. അനാവശ്യ നിർദ്ദേശങ്ങൾ നൽകി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂട്ടരുതെന്ന് ADGP MR അജിത് കുമാർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നിസ്സാര കാര്യങ്ങൾ പോലും കോളം വരച്ച ഷീറ്റുകളിൽ സ്റ്റേഷനുകളിൽ നിന്ന് രേഖപ്പെടുത്തി നൽകാൻ മേലധികാരികൾ നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഉത്തരവ്. പോലീസുകാർക്കിടയിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾക്കിടെയാണ് സുപ്രധാന നിർദ്ദേശം. പോലീസുകാർക്ക് അമിത ജോലിഭാരം തടയുന്നതിനും കൂടിയാണ് ഈ നിർദ്ദേശം. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് രൂപപ്പെട്ടു വരുന്നുവെന്ന് കാണിക്കുന്നുവെന്ന് ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണെന്നും ഇതിന്റെ സ്വാധീനഫലമായാണ് മഴ കനക്കുന്നതെന്നും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കർണാടക തീരം മുതൽ കേരള തീരം വരെയായി നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനവും മഴയ്ക്ക് കാരണമാണ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും ഈ ദിവസങ്ങളിൽ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ഒഡീഷയിലെ കട്ടക്കിൽ നിന്നുള്ള BJP MP ഭർതൃഹരി മഹ്താബിനെ 18ാം ലോക്സഭയിലെ പ്രോടൈം സ്പീക്കറായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. 8ാം തവണ MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് പ്രോടൈം സ്പീക്കറാവുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ കൊടിക്കുന്നിലിനെ തഴഞ്ഞ നടപടിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. പാർലമെന്ററി മാനദണ്ഡങ്ങൾ തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നടപടിയെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. രേണുകാസ്വാമി കൊലക്കേസിൽ പ്രതിയായ ദർശൻ തുകുദീപയ്ക്ക് ജാമ്യമില്ല. ബാംഗ്ലൂരു അഡീഷണൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി ദർശനെയും മറ്റ് 3 പ്രതികളെയും 2 ദിവസത്തേക്ക് കൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ദർശന്റെ പങ്കാളി പവിത്ര ഗൌഡ അടക്കം മറ്റ് 13 പ്രതികളെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ജസ്റ്റിസ് S മണികുമാർ തമിഴ്നാട്ടിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. തമിഴ്നാട് ഗവർണർ RN രവി ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി.
കേരളത്തിൽ ഇദ്ദേഹത്തെ നിയമിക്കാനുള്ള നീക്കം നേരത്തെ വിവാദമായിരുന്നു. 10 മാസത്തോളം സർക്കാർ ഉത്തരവ് തടഞ്ഞുവെച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് ഉത്തരവിട്ടെങ്കിലും തമിഴ്നാട്ടിൽ നിയമനം ഉറപ്പിച്ച ജസ്റ്റിസ് എസ് മണികുമാർ ഇത് നിരസിച്ചിരുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസിൽ നൽകിയ ഭക്ഷണത്തിൽ പാറ്റയെ കണ്ടെത്തിയ സംഭവത്തിൽ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഖേദം രേഖപ്പെടുത്തി. ഭോപ്പാലിൽ നിന്ന് ആഗ്രയിലേക്കുള്ള യാത്രക്കിടെയാണ് ദമ്പതികൾക്ക് ഭക്ഷണത്തിൽ നിന്ന് പാറ്റയെ കിട്ടിയത്. അനുയോജ്യമായ പിഴ ചുമത്തിയിട്ടുണ്ടെന്നും IRCTC അധികൃതർ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടിംഗ് യന്ത്രത്തിന്റെ ബേൺഡ് മെമ്മറിയും VVPATും തമ്മിൽ ഒത്തുനോക്കാൻ ഇതുവരെ 8 അപേക്ഷകൾ ലഭിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 3 വീതം BJP കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഓരോ DMK YSR കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമാണ് കമ്മീഷനെ സമീപിച്ചത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ക്രമക്കേട് ആരോപണത്തിൽ RJD നേതാവ് തേജസ്വി യാദവിനെ സംശയമുനയിൽ നിർത്തി BJP. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പിടിയിലായ വിദ്യാർത്ഥിയെ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ താമസിപ്പിക്കാൻ തേജസ്വി യാദവിന്റെ PA ഇടപെട്ടുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. തേജസ്വി യാദവിന്റെ PA പ്രീതം കുമാർ ഇടപെട്ട് നിലവിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വിദ്യാർത്ഥി അനുരാഗ് യാദവിനും രക്ഷിതാക്കൾക്കും താമസിക്കാൻ ഇടം നൽകിയതായി ബീഹാർ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ വിജയ് കുമാർ സിൻഹ ആരോപിച്ചു. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിദൂരത്തല്ലെന്നും ഉടൻ തന്നെ സ്വന്തം സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നടക്കുന്ന അന്താരാഷ്ട്ര യോഗ ദിനാഘോഷത്തോട് അനുബന്ധിച്ച് ജമ്മു കാശ്മീരിലെത്തിയ അദ്ദേഹം യുവാക്കൾക്കായുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. വാരണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനത്തിന് നേരെ ചെരുപ്പെറിഞ്ഞ സംഭവത്തിൽ അപലപിച്ച് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയാൻ മറന്നുവെന്ന പരാമർശത്തോടെയാണ് സമൂഹ മാധ്യമമായ എക്സിലെ പ്രതികരണം. ഏത് തരം പ്രതിഷേധമായാലും ഗാന്ധിയൻ മാർഗത്തിലൂടെയാകണമെന്ന് പറഞ്ഞ അദ്ദേഹം അക്രമത്തിനും വെറുപ്പിനും സ്ഥാനമില്ലെന്നും ഓർമ്മിപ്പിച്ചു. സംഭവം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സൂപ്പർ 8ൽ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനെതിരെ 47 റൺസിന്റെ വിജയം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 28 പന്തിൽ 53 റൺസ് എടുത്ത സൂര്യകുമാർ യാദവിന്റെ മികവിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ അഫ്ഗാനിസ്ഥാൻ 134 റൺസ് എടുക്കുന്നതിനിടയിൽ എല്ലാവരും പുറത്തായി. 7 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയാണ് അഫ്ഗാനിസ്ഥാനെ തകർക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത്. യൂറോ കപ്പിൽ സെർബിയ സ്ലോവേനിയ മത്സരം സമനിലയിലായി. 69 മിനിറ്റിൽ മുന്നിലെത്തിയ സ്ലോവേനിയയെ 95 മിനിറ്റിൽ തിരിച്ചടിച്ചാണ് സെർബിയ സമനില പിടിച്ചെടുത്തത്. മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ വമ്പൻ താരനിരയെ സമനിലയിൽ പിടിച്ച് ഡെൻമാർക്ക്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചാണ് ഡെൻമാർക്ക് കളിക്കളം വിട്ടത്. ഇന്നലെ നടന്ന 3ാമത്തെ മത്സരത്തിൽ ഇറ്റലിയെ എതിരില്ലാത്ത 1 ഗോളിന് മറികടന്ന് സ്പെയിൻ ഗ്രൂപ്പ് ജേതാക്കളായി യൂറോ കപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.